വെൽക്കം ടു വൺസ്. സോ നമുക്ക് KTUവിൻ്റെ ECT 307 കൺട്രോൾ സിസ്റ്റം 2022 സിലബസിലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സോ ഇതിനകത്ത് സിലബസ് നമുക്കറിയാം. സിലബസിനകത്ത് മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ, ബേസിക് കമ്പോണൻസ് ഓഫ് കൺട്രോൾ സിസ്റ്റം, ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ്, എക്സാമ്പിൾസ് ഓഫ് കൺട്രോൾ സിസ്റ്റം, ദ ഫീഡ്ബാക്ക് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്, mathematical modeling of electrical mechanical system, then transfer function, block diagram, signal flow graph. So ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം, അല്ലെങ്കിൽ വാട്ട് ആർ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, വാട്ട് ആർ ക്ലോസ് ലൂപ്പ് സിസ്റ്റംസ്. ദെൻ ഇതൊക്കെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിക്കുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക് ആൻഡ് എഫക്ട്സ്, അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഏത് ഫീഡ്ബാക്കാണ് മോർ യൂസ്ഫുൾ, നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതാണ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. ദെൻ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻ എപ്പോഴും ഈ സെക്ഷനിൽ നിന്നാണ്. അതായത് മാത്തമാറ്റിക്കൽ മോഡൽ ഇലക്ട്രിക്കൽ ബാർ മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്. സോ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഓരോന്നിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം അതിന്റെ ഫോഴ്സ് വോൾട്ടേജ്, ഫോഴ്സ് കറന്റ് അനലോഗ് സിസ്റ്റം വരയ്ക്കുക. അതാണ് ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇലക്ട്രിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫോഴ്സ് വോൾട്ടേജ്, ഫോഴ്സ് കറന്റിന്റെ കറസ്പോണ്ടിങ് അനലോഗ് സിസ്റ്റത്തിലേക്ക് വരയ്ക്കുക. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻ ആണ്. മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സിസ്റ്റം ഓർക്കുക. ട്രാൻസ്ഫർ ഫംഗ്ഷനും ഫോഴ്സ് വോൾട്ടേജ് ആൻഡ് ഫോഴ്സ് കറന്റ് അനലോഗ്. നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് റിഡക്ഷൻ ആണ്. ഇതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ വരുന്നതാണ് ബ്ലോക്ക് റിഡക്ഷൻ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും ഫോഴ്സ് വോൾട്ടേജ്, ഫോഴ്സ് കറന്റ് അനലോഗസ് കാണും. അതിന്റെ ഒപ്പം തന്നെ ബ്ലോക്ക് റിഡക്ഷനും ഉണ്ടായിരിക്കും. ബ്ലോക്ക് റിഡക്ഷൻ തന്നെ നമുക്ക് 2 മെത്തേഡ് ചെയ്യാം, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ഇത് രണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക്സും സെയിം ക്വസ്റ്റ്യൻ ബൈ യൂസിങ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ചോദിക്കാറുണ്ട്, യൂസിങ് മാസ് ആൻഡ് ഗെയിൻ ഫോർമുല. സോ 3 മാർക്കായിട്ട് എക്സ്പെക്ട് ചെയ്തേക്കാം. എക്സ്പ്ലെയിൻ ദ മാസ് ആൻഡ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഓർ എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം യൂസിങ് ബ്ലോക്ക് റിഡക്ഷൻ ഓർ മാസ് ആൻഡ് ഗെയിൻ ഫോർമുല. 3 മാർക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. മാസ് ആൻഡ് ഗെയിൻ ഫോർമുല വെച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇൻ ഫസ്റ്റ് മൊഡ്യൂൾ. ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ്, എഫക്ട് ഓഫ് ഫീഡ്ബാക്ക്, മാത്തമാറ്റിക്കൽ മോഡൽ, ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക്സ്, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ഇത് 14 മാർക്ക് ചോദിക്കാം, 10 മാർക്സ് ചോദിക്കാം. സോ നെക്സ്റ്റ് മൊഡ്യൂളിനകത്ത് ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ആണ്, ടൈം ഡൊമൈൻ അനാലിസിസ് ആണ്. ഇതിനകത്ത് വാട്ട് ആർ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ്, ടൈം വേരിയന്റ്, ടൈം ഇൻവേരിയന്റ്. 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് അത് ഫസ്റ്റ് ഓർഡറിന്റെ, സെക്കൻഡ് ഓർഡറിന്റെയും യൂസിങ് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്, റാമ്പ് ഇൻപുട്ട്. ഓക്കെ, പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് എറർ ആൻഡ് സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻസ്, ഇത് അടുത്തൊരു എക്സൈ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ, വാട്ട് ആർ ദ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ, 3 മാർക്സ് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇവിടെ നിന്നുള്ളത് കുറച്ച് ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്. പിന്നെ ഫൈൻഡ് ദ റെസ്പോൺസ്, ഈ ടൈം ഡൊമൈൻസ് ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം വിത്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഓർ റാമ്പ് ഇൻപുട്ട്. ഇത് ഷുവറായിട്ട് ചോദിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് എറർ, സ്റ്റഡി സ്റ്റേറ്റ് കോഎഫിഷ്യൻ, സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻസ്. ഈ സ്റ്റഡി സ്റ്റേറ്റ് എറർ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ്, റാമ്പ്, പരാബോളിക് ഓരോ ഇൻപുട്ട് വെച്ച് കാൽക്കുലേറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ചോദിക്കും. അതോടൊപ്പം തന്നെ സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻസ്. ഇത് 3 ടോപ്പിക്കുകളുണ്ട്. പൊസിഷൻ എറർ കോൺസ്റ്റന്റ്, വെലോസിറ്റി എറർ കോൺസ്റ്റന്റ്, ആക്സലറേഷൻ എറർ കോൺസ്റ്റന്റ്. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ. So what are the different frequency domain specification or what are the advantages of frequency domain specification ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷനകത്ത് ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ കുറേ ടേംസ് ഉണ്ട്. ആ ടേംസ് പഠിക്കണം. പീക്ക് ഓവർ ഷൂട്ട്, അണ്ടർ ഷൂട്ട്, സെറ്റിലിംഗ് ടൈം, സ്റ്റഡി ടൈം, ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അതാണ് അവിടെ ചോദിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ മൊഡ്യൂൾ 3 ഉണ്ട്. മൊഡ്യൂൾ 3 സ്റ്റെബിലിറ്റി ഓഫ് ലീനിയർ കൺട്രോൾ സിസ്റ്റം ആണ്. കൺസെപ്റ്റ് ഓഫ് ബൗണ്ടറി ഇൻപുട്ട്, ബൗണ്ടറി ഔട്ട്പുട്ട് സ്റ്റെബിലിറ്റി, അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി യൂസിങ് റൂത്ത്. ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റൂത്ത് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ. സോ റൂത്ത് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ സിസ്റ്റം ഏതാണ്, അബ്സല്യൂട്ട്ലി സ്റ്റേബിൾ ആണോ, മാർജിനലി സ്റ്റേബിൾ ആണോ, സ്റ്റേബിൾ ആണോ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് അതുപോലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് PPI PID കൺട്രോളർ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ PPI PID കൺട്രോളർ ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന റൂട്ട് ലോക്കസ് ടെക്നിക്സ് ആണ്. സോ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസിനകത്ത് സ്റ്റെബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് റൂട്ട് ലോക്കസ്. സോ റൂട്ട് ലോക്കസ് ഒരു ഓപ്പൺ ലൂപ്പ് ഗെയിൻ തന്നുകൊണ്ട് നമുക്ക് GOFSന്റെ HFS വാല്യൂ തന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ റൂട്ട് ലോക്കസിനെ വരയ്ക്കണം. റൂട്ട് ലോക്കസ് വരച്ച സിസ്റ്റം സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇലിസ്ട്രേഷൻ ഓഫ് ദ എഫക്ട് ഓഫ് അഡീഷൻ ഓഫ് സീറോസ് ആൻഡ് പോൾസ്. അത് 3 മാർക്കിനകത്ത് ഇങ്ങനെ ഈ ലൈൻ തന്നെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സോ ക്വസ്റ്റ്യൻസിന് RH ക്രൈറ്റീരിയ, സ്റ്റെബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഡിറ്റർമൈൻ ദ സിസ്റ്റം സ്റ്റേബിൾ ഓർ അൺസ്റ്റേബിൾ ആണോ, മാർജിനലി സ്റ്റേബിൾ ആണോ, അബ്സല്യൂട്ട്ലി സ്റ്റേബിൾ ആണോ.
പിന്നെ എഫക്റ്റ് ഓഫ് കൺട്രോളർ PPI കൺട്രോളർ. പിന്നെ റൂട്ട് ലോക്കസിന്റെ സ്റ്റെബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. റൂട്ട് ലോക്കസിന്റെ തിയറിയും ചോദിക്കാറുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. റൂട്ട് ലോക്കസിന്റെ തിയറി, വാട്ട് ആർ ദ ഡിസൈൻ സ്റ്റെപ്സ് വാട്ട് ആർ ദ സ്റ്റെപ്പ് ടു ഡിസൈൻ ദ റൂട്ട് ലോക്കസ്. തിയറി ആയിട്ട് 7 മാർക്ക് ചോദിക്കാം. സെയിം തന്നെ പ്രോബ്ലം ആയിട്ട് 10 മാർക്കിന് ചോദിക്കാം. പിന്നെ ഇലുസ്ട്രേഷൻ, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് അഡീഷണൽ പോൾസ് ആൻഡ് സീറോസ്, 3 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നെക്സ്റ്റ് മൊഡ്യൂൾ 4-നകത്ത് ഈ സിലബസ് സബ്ജക്റ്റിൽ ഏറ്റവും ഇച്ചിരി ടഫായിട്ടുള്ള സാധനമാണ് മൊഡ്യൂൾ 4-നകത്ത് വന്നേക്കുന്നത്. നമുക്കിവിടെ 2 ഡയഗ്രാം വരയ്ക്കണം. ബോർഡർ പ്ലോട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, നൈക്വിസ്റ്റ് പ്ലോട്ടും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നൈക്വിസ്റ്റ് പ്ലോട്ട് ആണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. 2 essay ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ് നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ. അതുപോലെ നീഡ് ഓഫ് കോമ്പൻസേറ്റർ, വാട്ട് ആർ ദ നീഡ് ഓഫ് കോമ്പൻസേറ്ററും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പൻസേറ്റർ 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. സോ ഇവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ, ബോർഡർ പ്ലോട്ട് വരയ്ക്കണം. ബോർഡർ പ്ലോട്ട് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഗെയിൻ മാർജിൻ, ഫേസ് മാർജിൻ, ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി, ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഇത് 3 മാർക്കായിട്ടും പ്രതീക്ഷിക്കാം. ഈ ടേംസ് എക്സ്പ്ലെയിൻ ദ ടേംസ് എന്ന് ചോദിക്കാം. ദ നീഡ് ഓഫ് കോമ്പൻസേറ്റർ എന്നത് 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഇവിടെ essay ആയിട്ട് ചോദിക്കുന്നത് ബോർഡർ പ്ലോട്ട് essay ക്വസ്റ്റൻ ചോദിക്കാം. നൈക്വിസ്റ്റ് പ്ലോട്ട് അല്ലെങ്കിൽ ഫേസ് ലീഡ് ലാഗ് കോമ്പൻസേറ്റർ യൂസിങ് ബോർഡർ പ്ലോട്ട് സ്റ്റെപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം ചോദിക്കാം. അപ്പോൾ ഇത് 2 ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആണ്, essay ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നെക്സ്റ്റ് മൊഡ്യൂൾ ലാസ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 5. ലാസ്റ്റ് മൊഡ്യൂൾ ഡിസ്ക്രീറ്റ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ് വേരിയബിൾ, അനാലിസിസ് ഓഫ് ഡൈനാമിക് സിസ്റ്റംസ്. സോ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റ് വേരിയബിൾ എന്താണ്, സ്റ്റേറ്റ് ഇക്വേഷൻസ് എന്താണ്, എങ്ങനെ നമുക്കൊരു സ്റ്റേറ്റ് വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസിങ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സിസ്റ്റം, ഇത് ഡൈനാമിക് ഇക്വേഷൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് വേരിയബിൾ റെപ്രസെന്റേഷൻ, സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ, ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള essay ക്വസ്റ്റ്യൻ പറയുന്നത് സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷനും അതുപോലെ കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി ഒക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ള 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. 10 to 14 മാർക്സ്, 10 ആയിട്ടോ 4 മാർക്സ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിലും വരാം. പിന്നെ ഒരു 3 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ആൻഡ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. സോ ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ് വേരിയബിൾ എന്താണ്, സ്റ്റേറ്റ് ഇക്വേഷൻ, ഒരു ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിസ്റ്റത്തിന് സ്റ്റേറ്റ് ഇക്വേഷൻ, ഒരു സിസ്റ്റം തരും നിങ്ങൾക്ക്, ഒരു ഇലക്ട്രിക്കലോ ഒരു മെക്കാനിക്കൽ സിസ്റ്റമോ തന്നുകൊണ്ട് അതിന്റെ സ്റ്റേറ്റ് ഇക്വേഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ദെൻ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ ഉണ്ട്, സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്, പിന്നെ കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി. സോ കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി 3 മാർക്കായിട്ട് ചോദിക്കാം. ഇത് നമുക്ക് ഒരു പ്രോബ്ലം തന്നുകൊണ്ട് ആ ഗിവൺസ് ക്വസ്റ്റ്യൻ കൺട്രോളബിൾ ആണോ ഒബ്സർവബിൾ ആണോ എന്ന്. പിന്നെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സും സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ, ഇത് 10 to 40 മാർക്സ് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് അതുപോലെ 10 to 40 മാർക്സിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ബാക്കിയുള്ളതൊക്കെ 3 മാർക്സ്. സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ മൊഡ്യൂളിൽ നിന്ന്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ ദ control system. Okay, so thank you.